അപ്പോൾ നമ്മുടെ കർണാടക യാത്രയ്ക്കിടയിൽ അപ്പോൾ നാട്ടുകാരിൽ നിന്നാണ് ഇങ്ങനെയൊരു സംഭവം ഈ റൂട്ടിലുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ഒന്ന് കയറാമെന്ന് വെച്ചു. വിശേഷങ്ങൾ തുടർന്ന് കാണുക. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കർണാടകയിലെ മൂടുബിദ്രിക്ക് ശേഷം ഒരു 14 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടി ചെന്നയ്യ തീം പാർക്കിലാണ്. അപ്പോൾ കോട്ടി ചെന്നയ്യ എന്ന് പറഞ്ഞാൽ 2 യുദ്ധവീരന്മാരാണ്, മഹാപുരുഷന്മാരെന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അവരുടെ സ്മരണകൾ പുതുക്കുന്ന ഒരു മ്യൂസിയം, ബാക്കി അദ്ദേഹത്തിൻ്റെ വീരകഥകളൊക്കെ ഉണ്ട്. അപ്പോൾ വീരപുരുഷനായിട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ അവരെ വാഴ്ത്തപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലും അവരൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുവകകളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കാലത്ത് പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്. പൂജ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ വെക്കുമല്ലോ പൂജാ റൂമിൽ. അപ്പോൾ ഇതൊക്കെ ഒരു ഈ ബെല്ലാണ്, ഇത് പലതരം മണികളാണ്. ഇത് ഒരു പനയുടെയാണ് കേട്ടോ. പനയുടെ അടിഭാഗം കൊത്തിയെടുത്തിട്ട് ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് മരത്തോണ്ട് തന്നെ ഒരു ആമേനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ശില്പിയുടെ ഒരു കരവിരുത്. ഇത് പനയാണ്. ഇത് പനമരത്തിൻ്റെ നല്ല കാതലുണ്ടാവില്ല പനക്ക്, എന്നാലും അതിനകത്തുള്ള ഇതിലൊക്കെ തോണ്ടി കളഞ്ഞിട്ട് അതിൻ്റെ പുറന്തോട് കൊണ്ട് ഒരു പാത്രം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന തിരിപ്പ് കല്ലെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ധാന്യങ്ങൾ പൊടിക്കാൻ ഇതിനകത്തോട്ട് നമ്മൾ ധാന്യങ്ങളിങ്ങനെ ഇടും, എന്നിട്ട് ഇതിനെ കൊണ്ട് ഇങ്ങനെ കറക്കുമ്പോൾ പൊടിഞ്ഞ് താഴെ വീഴും. പണ്ടൊക്കെ മിക്സിങ് ഗ്രൈൻഡറൊന്നും ഇല്ലായിരുന്നല്ലോ. ഇത് മഞ്ചാടി കുരുവൊക്കെ വെച്ചിട്ട് കളിക്കുന്ന, കാടി കളിക്കുന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു കളിയുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. അതിൻ്റെ കുഴികളാണിത്. അതിൻ്റെ ഒരു മരത്തോണ്ടുള്ള ഒരു ഉപകരണമാണിത്. ഇത് പറ, നിറപറ എന്നൊക്കെ പറയില്ലേ, നമുക്ക് നെല്ലൊക്കെ അരിയൊക്കെ നിറച്ചിട്ട് നിറപറ വയ്ക്കില്ല, ആ പറയാണിത്. പണ്ട് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ്. ഇത് ആട്ടുകല്ല്, ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല ആരും. ഉപയോഗിച്ചിരുന്ന ചട്ടി കുടുക്കയൊക്കെയാണ്. നമ്മളെ സാക്ഷാൽ പെട്രോമാക്സ്. ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ ഇത് അറിഞ്ഞുകൂടാ. പഴയ കാലത്ത് നമുക്കറിയാം, കല്യാണ വീടുകളിലും മറ്റും പെട്രോമാക്സ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ പെട്രോമാക്സ് ഒക്കെ കത്തിക്കുന്നവരെ നമുക്കെല്ലാം ഭയങ്കര വീരപുരുഷന്മാരൊക്കെ ആയിട്ട് കാണുക. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു അത്. സ്വർണ്ണമൊക്കെ തൂക്കുന്ന ത്രാസ്, മറ്റ് കുട്ടികളുടെ കളിക്കോപ്പുകൾ, പഴയ കാലത്തെ ഒരു ക്ലോക്ക്, പിന്നെ മസാലകളൊക്കെ ഇടുന്ന ഒരു മരത്തിൻ്റെ പാത്രമാണ് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇടുന്നതാണ്. തവികൾ, ഇത് നിലംതല്ലി എന്ന് പറയും. പണ്ടൊക്കെ നിലമൊക്കെ കൊയ്ത്തിന് മുമ്പേ അടിച്ച് മിനുക്കി ഒതുക്കി വെക്കുന്ന ചെറുതാണിത്. ഇതിൻ്റെ വലുതും ഉണ്ടാവും. ചെറിയ റാന്തൽ വിളക്ക്. പറ, അതിൻ്റെ കോല്. പറയുടെ കോലെന്ന് പറഞ്ഞാൽ ഇതിന് നിറച്ചും അളക്കുമല്ലോ, നെല്ലിളക്കുമല്ലോ. അപ്പോൾ ഇതിനകത്ത് നെല്ലിങ്ങനെ നിറയെ ഇട്ടിട്ട് ഈ കോല് കൊണ്ടിങ്ങനെ ഒരു വടിയും അടിക്കും, ആ കോല്, പറക്കോല്. ഇത് മരത്തിൻ്റെ തൊട്ടിൽ, കുട്ടികളെ തൊട്ടിൽ ാണ് കണ്ടോ. ഇങ്ങനെ ഒരു ആക്ഷൻ ഇതിനെ കൊണ്ട് നമുക്ക് ആക്കാൻ പറ്റും. ഓക്കെ, ഇത് പഴയ കുട്ട ഇതൊക്കെയാണ്. പഴയ ഹാർമോണിയം, പഴയ കാലത്തെ ഹാർമോണിയമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതകാലങ്ങളിൽ ഉപയോഗിച്ചതാണെന്നാണ് പറയുന്നത്. ഇത് മരിയെന്ന് പറയും, മരത്തിൻ്റെ ഒരു പാത്രമാണ്. നമുക്കൊക്കെ ഇതൊക്കെ ഉപ്പും മറ്റേ ഇട്ട് കഴിഞ്ഞാൽ കേടാകാതിരിക്കും. പണ്ടൊക്കെ പശുക്കൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇത് മരത്തിൻ്റെ ആണ് കേട്ടോ. ഇത് കർഷകർ ഉപയോഗിച്ചിരുന്ന പാളത്തൊപ്പി. നമുക്ക് ഇന്നും ചില കർഷകർ ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മളെ കമുകിൻ്റെ പാള കൊണ്ട് ഒരു തൊപ്പി ഉണ്ടാക്കിയിട്ട് നമ്മൾ തലയിലിടുമായിരുന്നു. അതാണ് ഇപ്പോൾ ഇപ്പോൾ പുതിയ ജനറേഷൻ ഇത് കാണാൻ എന്താ സംഭവം എന്നറിയില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പലതരം ക്യാപ്പുകൾ വരുന്നുണ്ടല്ലോ, പക്ഷേ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇത് ഒരു കുട്ട. ഇത് കാളവണ്ടിയുടെ 2 വീല്, അതിൻ്റെ ആക്സിലാണ് കേട്ടോ, അതിൻ്റെ മരമാണത്. പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
പണ്ട് അടുക്കണ്ട, അത് കിട്ടില്ല. അയ്യോ, അത് ഊരി പോകുന്നു, അത് പൊളിക്കണ്ട. കണ്ടോ ഭരണികൾ ഇപ്പോൾ ഉണ്ട്, പണ്ട് കാലത്തുണ്ട്. ഇത് ഒരു ഭരണിക്കൂട്ടാണ്. പണ്ട് നമ്മൾ നന്നങ്ങാടി എന്നൊക്കെ പറയും. ഇത് ഒരു ഭരണിയാണ്. കുട്ടകൾ, പഴയ മോഡൽ കുട്ടകളൊക്കെ. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വലുതൊക്കെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ തേങ്ങയൊക്കെ ചുവന്ന് കൊണ്ടുപോകാനൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചെറുതാണ്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മരത്തുകൊണ്ട്. പണ്ട് കാലിലെ ആയുധങ്ങൾ, ഇത് ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കൊക്കെ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ, വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ തെയ്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന പലതരം വാളുകളാണ്. അതാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത്. ഇവിടെയും നമുക്ക് കർണാടകയിലും തെയ്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാളുകളാണ് കേട്ടോ. അവിടെ ആയുധമാണ്, അല്ലാതെ വീട്ടിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല കേട്ടോ. പണ്ടത്തെ യോദ്ധാക്കളൊക്കെ ഉപയോഗിച്ചിരുന്നതും ഉണ്ട് ഇതിനകത്ത് വലുത്. അതൊക്കെ അവർ വെട്ടാനും കുത്താനൊക്കെ ഫൈറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ ഈ കുന്തമുനകൾ കണ്ടോ. ഈ ചിത്രത്തിലത് കാണാം. ഒരു തൂണാണ്, ഇവരുടെ തറവാടിൻ്റെ തൂണൊക്കെ ഇളക്കി കൊണ്ടുവന്നിട്ട് കളയാതെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിച്ച സമയത്തുള്ളത്. ഇവിടെ ഒരു മരത്തിലൊരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ശില്പം, അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മരത്തിലുള്ള കലാവിരുതുകളാണ് ഇത് കണ്ടോ. മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ അത് ഒരുപാട് പഴക്കം വന്ന് ദ്രവിച്ചു പോയിരിക്കുന്നു. ശില്പങ്ങൾ ഇത് കണ്ടോ. ഇതിപ്പം പുതിയ പിള്ളേർക്കൊന്നും അറിയില്ല. ഉരലാണിത്, ഉലക്ക ഇവിടെ കാണാനില്ല. ഇത് പക്ഷേ ഫിനിഷിങ് ഇല്ലാത്ത ഉരലാണ്. ഇത് പകുതിയെ ചെയ്തുള്ളൂ എന്ന് തോന്നുന്നു. ഇത് ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. അതിനകത്ത് നല്ല ഫിനിഷുണ്ട്. പക്ഷേ പുറം ഭാഗം അത്ര ഫിനിഷിങ് പോരാ. വല്ല ഹൈറ്റാണ്. ഇത്രയും ഹൈറ്റിൽ എങ്ങനെയാണ് കുത്തുമെന്ന് അറിഞ്ഞുകൂടാ. അത്രയും ഹൈറ്റ് ഉണ്ടാകാറില്ല ശരിക്കും. പണ്ടൊക്കെ വലിയ അജാനുബാഹുക്കളായ മനുഷ്യരായിരിക്കും ഹൈറ്റ് വെയിറ്റൊക്കെ ഉള്ളത്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇതൊരു പനൻ കൊണ്ട് ഇതുകൊണ്ടുണ്ടാക്കിയിരുന്ന ഒരു ചൂരലുണ്ട്, ഒരു കൊട്ട. ധാരാളം ഫോട്ടോ ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ധാരാളം ഉണ്ട്. മൊത്തം കന്നഡയിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അവിടെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, ഹിസ്റ്ററിയാണ് ഇതിനകത്ത് മൊത്തം ചിത്രത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ കഥകളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ കാണാം. ഇതാ പഴയ മോഡൽ ത്രാസ് കണ്ടോ. ഇതൊക്കെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് നമ്മളും ഉപയോഗിച്ചിരുന്നതാണ്. ഇതൊക്കെ ഇപ്പോഴാണ് നമ്മൾ ആധുനിക യുഗത്തിൽ എല്ലാ മെഷീനറീസും ഇലക്ട്രോണിക്സിലും മാറിയതിന് ശേഷം ഇതൊക്കെ പോയി. അളവ് തൂക്കങ്ങളൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് പലതരം ചട്ടി, കുടുക്ക, ഇതെല്ലാം ചെമ്പ് പാത്രങ്ങളാണ് കേട്ടോ. ഓട് ചെമ്പ് പാത്രങ്ങളാണ്. ഇതിവിടെ ഒരു വീട്ടിൽ അവരുടെ തറവാട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരെ പൂജ ചെയ്യുന്നതാണ് കേട്ടോ. അവിടുത്തെ ദേവിയോ ദേവൻ്റെയൊക്കെ ചിലങ്കകളൊക്കെ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് ഭദ്രമായിട്ട്. അവിടെ സാധനങ്ങളൊക്കെ വെക്കാണ്ട പണ്ടത്തെ ഒരു അൽമാര. ഇതുപോലെയായിരുന്നു പണ്ട്. ചെറിയ വാതിലുകളൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ കുനിഞ്ഞ് അകത്തോട്ട് കയറാൻ പറ്റും. നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിടിക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു പണ്ട് പൂജിച്ചിരുന്നത്. ഇത് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന കുട, പണ്ട് അതിൻ്റെ ചെമ്പാണ് കേട്ടോ. ഓട്ടുകുട എന്നൊക്കെ പറയും. ഇത് ചെമ്പിൻ്റെ പാത്രങ്ങളുണ്ട്, വിളക്കുകളുണ്ട്, മൂർത്തിയുടെയൊക്കെ ചില ഭാഗങ്ങളുള്ള ചില രൂപങ്ങളുണ്ട്. ആ പിറകിൽ കാണുന്നത് കുഴലാണ്. നമ്മൾ കുഴലൂത്തുമല്ലോ, അതാണ്. എഴുത്ത് പറ്റിയാണ്. ഇതിനകത്ത് റിക്കാർഡ്സൊക്കെ വെച്ചിട്ട് തറയിൽ വിശാലമായി ഇരുന്ന് ഇതിനകത്തൊക്കെ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് പണ്ടൊക്കെ കണക്ക് കൂട്ടിയിരുന്നത്. പണ്ടത്തെ കണക്കപ്പിള്ളമാർ ഉണ്ടല്ലോ, വലിയ വലിയ വീടുകളിലൊക്കെ ഒരു കണക്കപ്പിള്ളി ഉണ്ടാവും, ഒരു കാര്യസ്ഥൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കും കാര്യങ്ങളും ബുക്കുകളൊക്കെ വെക്കുന്നതും കാശൊക്കെ വെക്കുന്നതൊക്കെയുള്ള ഒരു ക്യാഷ് കൗണ്ടറാണിത്. ത്രാസ് ഇപ്പോഴും നമുക്ക് നിലവിലുണ്ട് പലയിടങ്ങളിലും. ഇലക്ട്രോണിക് ത്രാസിനൊക്കെ മുമ്പ് ഇതായിരുന്നു. അതിലും മുമ്പ് കാലങ്ങളിൽ ഇങ്ങനൊരു സംഭവമായിരുന്നു കണ്ടോ. ഇതിനകത്ത് ഒരു കൊട്ട വെക്കുമായിരുന്നു. ഇതിനകത്ത് നമ്മൾക്ക് വസ്തുക്കൾ 2 കൊട്ട വെച്ചിട്ട് ഇവിടെയായിരുന്നു ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പൊങ്ങുമ്പം ഈ 2 പോയിൻ്റ് ഒന്നിച്ച് ഒരേപോലെ വരുമ്പോൾ അത് നമുക്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാമായിരുന്നു. പഴയ കലപ്പയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ആണെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിൽ വേറെ ഒരു വെറൈറ്റീസാണ് ഉപയോഗിക്കാറ്. ഇത് പശുക്കൾ അല്ല നമ്മൾ കാളകളെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്ന കലപ്പ ഇവിടെ കാണാനുണ്ട്. ഒലക്ക
ഉലക്ക നേരത്തെ ഉരൽ കണ്ടായിരുന്നു, ഉലക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഉരലിനടുത്തായിരുന്നു വെക്കേണ്ടത്, ഇവിടെ കൊണ്ടുവച്ചത്. കുഴപ്പമില്ല, ഇതൊക്കെ ഉലക്കകളാണ്. ഇതൊക്കെ പണ്ട് ഇത് നമ്മളെ വൈക്കോല് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. പഴയ കാലങ്ങളിൽ നെല്ല് നമ്മൾക്ക് കുറേ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നെല്ലും അതിൻ്റെ വിത്തൊക്കെ സ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ നെല്ലൊക്കെ നമുക്ക് അളന്നെടുത്ത് എല്ലാം വൃത്തിയാക്കി വിത്ത് അതിൽ നിന്ന് അളന്ന് വൃത്തിയാക്കി വെച്ചിട്ട് വർഷാവർഷത്തേക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കും. ഈ കയറ് മെടഞ്ഞിരിക്കുന്നത് നമുക്ക് വൈക്കോൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ വൈക്കോൽ തന്നെ എടുത്ത് ഇതിനകത്ത് വിത്ത് ഇപ്പോൾ എത്ര കിലോ വെക്കാൻ പറ്റുമോ അത്യാവശ്യമുള്ള ഇതിനകത്ത് വെച്ച് പൊതിഞ്ഞ് കെട്ടി ഭദ്രമായിട്ട് വർഷാവർഷത്തേക്ക് വേണ്ടത് വെക്കുമായിരുന്നു. അപ്പോൾ അടുത്ത വിളവിന് അത് മുളപ്പിക്കാനുള്ള സമയമാകുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് രണ്ടാമത് ഇതിനെ പൊളിച്ച് എടുത്തിട്ട് ഇടുക. അതൊരു സംഭവം പണ്ട് സൂക്ഷിക്കാനുള്ള ഒരു സ്റ്റോറേജാണ് ഇത്. പണ്ട് കാലങ്ങൾ ഉപയോഗിക്കുന്ന ഇതിന് പറയുന്നത് വിത്ത് പൊതി എന്നാണ്. നെല്ല് പൊതി അല്ലേ, അങ്ങനെ പറയാൻ തോന്നുന്നു. പൊതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞു, പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതുകൊണ്ട് അതിന് പൊതി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. മലബാർ സൈഡിലൊക്കെ ഇതിനെ പൊതി എന്ന് പറയും. ബാക്കി ഏരിയയിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പൊതിഞ്ഞ് സൂക്ഷിക്കുക. അപ്പോൾ ഇത് നമ്മൾ വൈക്കോൽ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നെല്ല് ഉണ്ടാവും, ഇവിടെ ഇട്ട് സാമ്പിളിന് വേണ്ടിയിട്ട് തുറന്ന് വെച്ചാണ് ഇങ്ങനെ തുറന്ന് എടുക്കാൻ പറ്റും. ഉണ്ടോ? ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് കാണാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ മരത്തിൻ്റെ ശില്പമാണ് കേട്ടോ. ഇത് മുറ്റത്തൊക്കെ നെല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നിരത്താൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ഒരു ഉപകരണമാണ്. ഇത് പഴയ ഈ മരത്തിൻ്റെ രണ്ട് തലയിൽ ഈ സംഭവം തൂക്കിയിട്ട് സാധനങ്ങളുമായിട്ട് ഇത് തോളിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം ത്രാസായിട്ട് ഉപയോഗിക്കും. ഇത് പറ, ഇത് പഴതരം ആയുധങ്ങൾ, പിക്കാസ്, ഇതൊക്കെ ഇപ്പോഴുള്ളതാണ്. അതുകൊണ്ട് അതിൽ വലിയ പ്രസക്തിയില്ല. അളവ് പാത്രങ്ങളാണ് കേട്ടോ. ഓരോന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിലിപ്പോൾ പേരൊന്നും എഴുതിയില്ല, എന്നാലും നമുക്ക് അറിയുന്ന പോലെ പറയാം. ഏറ്റവും ചെറുത് നാഴി എന്ന് പറയും, ഉരി എന്ന് പറയും. അതിനുശേഷം നാഴി, പിന്നെ സേറ്, ഇതൊക്കെ സേറാണ്. ഇത് സേറെന്ന് പറയും. ഇതിന് എത്ര കിലോ ആണ് വരുന്നതെന്ന് കണക്കില്ല. പണ്ടത്തെ ധാന്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അരി നെല്ലൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണിത്. ഒരു മനോഹരമായ ശില്പം പാത്രങ്ങളാണ്. ഇതൊക്കെ സൂക്ഷിക്കുന്നതാണ്. ഓരോരോ മസാലകളും ധാന്യങ്ങളും സൂക്ഷിക്കണം. ഇതിനകത്ത് പല കളി കണ്ടോ, മസാലകളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. ഇത് പണ്ടത്തെ ഓരോരോ പാത്രങ്ങളാണ്. കുറച്ച് ഉപകരണങ്ങളൊക്കെ ഇവിടെയുണ്ട്, ആയുധങ്ങളാണ്. ഇത് കളരിപ്പയറ്റിലൊക്കെ മറ്റേ ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടോ. കുത്തുന്നില്ലേ, അതാണിത്. പഴയ തമ്പുരാനൊക്കെ ഇരിക്കുന്ന ഇരിപ്പിടമാണ് കേട്ടോ ഇത്. രാജകീയമായിട്ട് ഇരിക്കും. ഇതിനകത്ത് കുഷ്യനൊക്കെ വെക്കും. പക്ഷേ ഇതിപ്പം അതൊക്കെ എടുത്ത് പോയി. അതിന് ശേഷമാണ് ഈ സംഭവം. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നതും അങ്ങനെ പലതരം യോദ്ധാക്കളുടെ വാളുകൾ ഇവിടെയുണ്ട്. ഇതൊക്കെ പശുക്കൾക്കൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പണ്ട് കാലങ്ങളിൽ. ഇത് കുഴലാണ്, വലുതായിട്ട് ഇതിനകത്തൂടെ വിളിക്കാൻ വേണ്ടിയിട്ട്, മൈക്ക് പോലുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ മൊത്തമുണ്ട്. വീരപുരുഷൻ, അദ്ദേഹം എങ്ങനെയാണ് ജനിച്ചത്, മരിച്ചത്, അതൊക്കെയാണ്. ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ കോട്ടി ചെന്നൈയാണ്. AD 1556 മുതൽ 1591 വരെയാണ് ഇവരുടെ ജീവിതകാലം. തുളവ ഇരട്ട നായകരാണ്. അതായത് തുളുവിലെ 2 ഇതിഹാസങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ദക്ഷിണ കന്നഡയിലെ പുത്തൂർ താലൂക്കിലെ പുതുമലയാണ് ഇവരുടെ ജന്മസ്ഥലം. തുളുനാട്ടിലെ ബില്ലവ ജനതയിലെ ദേയി ബൈദേതി ദമ്പതികൾക്ക് ജനിച്ച ഇരട്ട സഹോദരന്മാരാണ് കോട്ടിയും ചെന്നൈയും. ഇവരുടെ വീരകൃത്യങ്ങൾ കാരണം ഇവരെ ഇന്നും നാട്ടുകാർ ആരാധനയോടെയാണ് ഈ ഒരു പ്രദേശത്തും ഇവരുടെ വിഗ്രഹങ്ങളും ഒക്കെ ആരാധിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ നേമ എന്ന ഉത്സവം ആഘോഷത്തിനായി ഇവരുടെ പേരിൽ ഗരാഡി എന്ന സ്മാരകങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇവർ എല്ലാവരും ഒത്തുചേരുന്നു. ധീരരായ ഇരട്ടകളാണ് ഇവർ. കർണിക പുരുഷന്മാരെന്നും ഇവർ അറിയപ്പെടുന്നു. ಕೊಡಮಂತೆ ಕುಕ್ಕಿನ ಧರ್ಮರಸ್ಸು ಮಾರು ದಿವಸ ಬೈತರ ಕೋಲಂತ ಅದರ ಮಾರು ದಿವಸ ಮಾಯಂದರ ಕೋಲಂತ ಇದು ಎಲ್ಲಿ ಒಳಗೆ ಹೋಗಿ ಬಿಡಲ್ಲ
ಇಲ್ಲದಕ್ಕೆ ಮಾದರಿ ಮಾಡಿ ಸೂಪರ್. ಹಾಯ್ ಹಾಯ್, ನಮಸ್ತೆ, നമസ്കാരം. ചാനലേ മംഗലാപുരത്തു നിന്നും 56 കിലോമീറ്റർ റോഡ് വഴി സഞ്ചരിച്ചാൽ കർക്കള എന്ന ഒരു സിറ്റിക്ക് അടുത്തായിട്ടാണ്. അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വില്ലേജിലോട്ട് പോകണം. അവിടെയാണ് ഈ കോട്ടി ചെന്നയ്യ എന്ന സ്ഥലം, ഇവരുടെ മ്യൂസിയമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കർണാടക യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു നാട്ടുകാരിൽ നിന്ന്. അപ്പോൾ ഇവിടെ കയറി ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. യാത്ര തുടരുകയാണ്. നല്ല വീഡിയോയുമായി വീണ്ടും വരാം.